മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഈ നാടിൻ്റെ പൈതൃകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയവും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സ്ഥലത്ത് രാമായണം പറഞ്ഞ് തൊട്ടടുത്ത് രാഷ്ട്രീയം പറയുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഇത് എന്തൊക്കെ കൂടി ചേർത്തിട്ടാണ് ഇയാൾ പറയുന്നതെന്ന്. ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നേ, ഭാരതത്തിലല്ലേ. നമ്മുടെ ഇതിഹാസങ്ങളും നമ്മുടെ പുരാണങ്ങളും ഒക്കെ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഭരിക്കാൻ പോകുന്നവരുടെയൊക്കെ ചരിത്രവും കഥകളൊക്കെ അല്ലേ. അപ്പൊ രാഷ്ട്രീയവും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. എന്നാലോചിച്ച് നോക്കുക, നിരന്തരമായിട്ട് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും അച്യുതാനന്ദനും പറഞ്ഞതുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും തമ്മിൽ കേരളത്തിൽ കൈകോർക്കാൻ പോവാണെന്ന്. അതിങ്ങനെ പറഞ്ഞ് ഗീബൽസിനെ പോലെ ഒരേ അസത്യം, പച്ച നുണ നിരന്തരം ആവർത്തിച്ചാൽ ജനങ്ങളത് സത്യമാണെന്ന് വിചാരിക്കും. ഒരേ പച്ച നുണ നിരന്തരം ആവർത്തിച്ചാൽ സത്യമാണെന്ന് വിചാരിക്കും. ഈ ശരിക്കും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇവരെയൊക്കെ സാറെന്നൊക്കെ പറയണം, ആരാധ്യരായ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അവരുടെ വാക്കുകളും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ പേരല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. ഈ അച്യുതാനന്ദനൊക്കെ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ ഒരുമിച്ച് ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയെടുക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോവാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മും ചേർന്ന് നടത്തിയ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭണങ്ങൾ അല്ലാതെ ഇവർ വേറെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എപ്പോഴും അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന ചെറിയ കുട്ടിയെ പോലെ ഇറ്റലിക്കാരിയുടെയും മന്ദബുദ്ധിയായ മകന്റെയും കൂടെ നടക്കുന്ന വലിയ പുരോഗമനവാദികളും ബുദ്ധിജീവികളും എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത കാരറ്റും ബീട്രൂട്ടും ഒക്കെ പോലെ ഉള്ളവരെ പറയുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ധരിക്കുന്നു എന്ന് വിചാരിക്കാം. ഒന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നുന്നു. ഇപ്പൊ ശരിക്കും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും യെച്ചൂരിയും കാരാട്ടും ഇവരൊക്കെയല്ലേ ഒരുമിച്ച് ബംഗാളില് ഇലക്ഷന് സീറ്റ് പോലും ഷെയർ ചെയ്തിട്ടാണ് അവരവിടെ ഇലക്ഷന് നിൽക്കുന്നത്. എന്നിട്ട് ഒരു കാലിലും മന്ദില്ലാത്തവരെ രണ്ട് കാലിലും മന്ദുള്ള ഈ കോടിയേരിയും ഈ പിണറായിയും ഈ അച്യുതാനന്ദനുമാണ് ഈ കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് ചേരുന്നു എന്ന് പറയുന്നത്. ശരിക്കും വെട്ടിപ്പുളർക്കാൻ പറ്റാത്ത പച്ച നുണ പറഞ്ഞു നടക്കുന്ന ഇവരെയൊക്കെ ശരിക്കും പ്രകൃതി ഏത് രീതിയിലാണ് തിരിച്ചടിക്കുക? അവിടെ ഒരുമിച്ചാണ്. മാതൃഭൂമിയിൽ നിരന്തരം വരുന്ന, ഇന്നലെയും കൂടി വന്നു, സോവിയറ്റ് യൂണിയൻ എന്ന യെച്ചൂരി എഴുതിയിരിക്കാം. സോവിയറ്റ് യൂണിയൻ, അതില് വിയറ്റ് കളഞ്ഞ് സോ എടുത്ത് യൂണിയനിലെ യുയും എന്നും കളഞ്ഞ് സോണിയ യാണ്ട് സോണിയ. സോവിയറ്റ് യൂണിയനിൽ നിന്ന് അക്ഷരങ്ങൾ കളഞ്ഞ് സോണിയ ആക്കി. 3 ദിവസം മുമ്പുള്ള മാതൃഭൂമി പേപ്പറിൽ ഈ ശവകുടീരത്തിന്, സ്മൃതി മണ്ഡപത്തിന് യെച്ചൂരി മാലയിടാൻ പോവാണ്. ആ മാല ഇട്ടോണ്ട് വന്നപ്പോഴത്തേക്ക് ശവകുടീരം മാറി അത് രാഹുൽ ഗാന്ധിയുടെ കഴുത്തിലേക്കാണ് കൊണ്ടുപോയിട്ട് മാലയിട്ടത്. ഇത്രയും കോൺഗ്രസുമായി പച്ചയ്ക്ക് ചേർന്ന് ഇലക്ഷൻ പ്രചരണം ഒരേ സ്റ്റേജിൽ നടത്തിയിട്ട് പോലും കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ചേരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കേരളത്തിൽ ഇപ്പോ ഇത്രയും അസഹനീയമായ ചൂടുണ്ടാകുന്നത് ഇതേപോലെയുള്ള ഡാഷുകൾ, ഒരു വാക്കുണ്ട് എൻ്റെ വായിൽ, അത് പറയുന്നത് ശരിയല്ല, ഇതേപോലെയുള്ള ഡാഷുകൾ ഈ പച്ച കള്ളം പറഞ്ഞുകൊണ്ട് നടക്കാം. ഞാനിത് പറഞ്ഞത് നിങ്ങൾ ബി ജെ പിയെ ആരാധിക്കണോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കണോ സി പി എമ്മിനെ എതിർക്കണോ അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിലേക്ക് കടക്കണേ ഇല്ല. പക്ഷെ ഈ പച്ച നുണ പറയുമ്പോൾ ഒരു ചളിപ്പും ഇല്ലല്ലോ എന്ന് മാത്രം പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. അവിടെയും പാർലമെന്റിലും എല്ലായിടത്തും ഇവർ ഒരുമിച്ചാണ്. ഇപ്പൊ കേരളത്തിൽ മറ്റേവർ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോ ഈ നാക്ക് ഇതേപോലെ എല്ലാ കാലവും ഉണ്ടാവുമോ? ഇവരൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത് RCC ആണ്. ക്യാൻസർ, അവിടെ കുറേ പേരുടെ നാക്കിൽ ക്യാൻസർ വന്ന് ചികിത്സിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അറിയാതെ ആലോചിച്ചു പോകുന്നത്. പച്ച കള്ളം പറഞ്ഞ് കുറച്ച് സീറ്റും ഭരണവും കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന നെട്ടോട്ട പ്രയാണത്തില് എവിടെ ചെന്ന് ഇവരൊക്കെ ഇടിക്കും ഈശ്വര എന്ന് ചിന്തിക്കാറുണ്ട്. പ്രണാമം, നമസ്കാരം.